പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 94-ാം സങ്കീർത്തനം. ദൈവം വിധികർത്താവ്. പ്രതികാരത്തിന്റെ ദൈവമായ കർത്താവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രത്യക്ഷനാകണമേ. ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ. അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. കർത്താവേ, ദുഷ്ടന്മാർ എത്ര നാൾ ഉയർന്നു നിൽക്കും? എത്ര നാൾ അഹങ്കരിക്കും? അവ ഗർവിഷ്ഠമായ വാക്കുകൾ ചൊരിയുന്നു. ദുഷ്കർമ്മികൾ വൻപു പറയുന്നു. കർത്താവേ, അവർ അങ്ങയുടെ ജനത്തെ ഞെരുക്കുന്നു. അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും വിദേശികളെയും വധിക്കുന്നു. അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. പടുവിഡ്ഢികളെ അറിഞ്ഞുകൊള്ളുവിൻ. ബോഷരെ, നിങ്ങൾക്ക് എന്ന് വിവേകം വരും. ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ, കണ്ണു നൽകിയവർ കാണുന്നില്ലെന്നോ, ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ, അറിവ് പകരുന്നവന് അറിവില്ലെന്നോ. കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു. അവ ഒരു ശ്വാസം മാത്രം. കർത്താവ് അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു. ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നത് വരെ കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവകമാകും. പരമാർത്ഥ ഹൃദയമുള്ളവ അത് മാനിക്കും. ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്തു നിൽക്കും? കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ? നീതിമാന്റെ ജീവനെതിരായി അവ ഒത്തുചേരുന്നു. നിർദോഷനെ അവ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവ് എന്റെ ശക്തി കേന്ദ്രമാണ്. എന്റെ ദൈവം എന്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.